ആലപ്പുഴയിൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ദേശീയപാത ഉപരോധിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം. വീടുകളിൽ വെള്ളം കയറുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, റോഡിൽ കുത്തിയിരുന്നും റോഡിൽ കിടന്നുമൊക്കെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണല്ലോ. ആലപ്പുഴയിൽ അവരുടെ ഹൈവേ നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടിയാണല്ലോ ഈ പ്രതിഷേധം. എന്താണ് അവർ പറയുന്നത്? ജി കെ സൂചിപ്പിച്ചതുപോലെ ഇതാ റോഡിൽ കിടന്നും ഇരുന്നുമൊക്കെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. അവരുടെ വീടുകളിൽ വെള്ളം കയറുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. എന്തുകൊണ്ട് വീടുകളിൽ വെള്ളം കയറുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. NH 66 ജോലികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ തോടുകൾ അനധികൃതമായി മൂടുന്നുണ്ട്. അതുകൊണ്ട് നീരൊഴുക്ക് കാര്യമായി നടക്കുന്നില്ല. ആ ഒഴുകി പോകേണ്ട വെള്ളം ഇപ്പോൾ ഒഴുകി പോകാതെ വീടുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഇതിപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് ആണ്. പാലം പൂർണ്ണമായും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഒരു ഇരുചക്ര വാഹനം പോലും നാട്ടുകാർ കടത്തിവിടുന്നില്ല. അത്രത്തോളം വലിയ പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയാണ്. അവരുടെ ജീവിത പ്രശ്നമായി തന്നെ മാറുന്ന ഒരു സാഹചര്യം ഈ വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്നു. നമുക്ക് ഈ പ്രതിഷേധക്കാരോട് തന്നെ ചോദിച്ചാൽ എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം? പ്രധാനപ്പെട്ട ആവശ്യം തന്നെ കാണാനായിട്ട് നമുക്ക് വെള്ളം കയറാതിരിക്കാം, വീടുകളിൽ വെള്ളം കയറാതിരിക്കണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കക്കൂസ് മാലിന്യം വരെ വീടിൻ്റെ അകത്തൂടെ ഒഴുകും. ഈ KC വേണുഗോപാലൻ വന്നു, നമ്മുടെ ADF തോമസ് വന്നു, അങ്ങനെ ഇവിടെ കൗൺസിലർമാർ എല്ലാവരുമായിട്ട് ഇവിടെ സംസാരിച്ച് 2-3 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ഒന്നും റെഡിയാക്കിയിട്ടില്ല. എത്ര നാളെ ഈ ദുരിതം അനുഭവിക്കും? വർഷങ്ങളായിട്ട് വെള്ളം തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമല്ലേ, 2 ദിവസമായപ്പോൾ തന്നെ ഇപ്പം കയറാൻ തുടങ്ങി. ഇനി വെള്ളം വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതുവരെ ഈ പരിഹാരം ഉണ്ടാക്കാതെ ഇവിടുന്ന് മാറത്തില്ല. എന്തായാലും GK ദേശീയപാത പൂർണ്ണമായും ബ്ലോക്ക് ആയിരിക്കുന്നു. ഏറെ നാളുകളായി പ്രശ്നം അനുഭവിക്കുന്നുവെന്ന് ഇവർ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നുമുണ്ട്. എന്താണ്? പടിഞ്ഞാറ് വശം ഒന്ന് ചെല്ലണം. അതിന്റെ ദുരിതാവസ്ഥ അറിയണമെങ്കിൽ ഇവരോട് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. ഈ തുടക്കം തന്നെ പറഞ്ഞു, ഉള്ള ബ്ലോക്ക് ചെയ്ത് അത് മൂടിയേറ്റാണ് വേറൊരു വഴി കൂടെ ഇവര് റോഡിന് സപ്പോർട്ടായിട്ട് പോയിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടെ വെള്ളം ഒഴുകത്തില്ല. താൽക്കാലികമായി കൊടുത്ത അത് മുനിസിപ്പാലിറ്റി വന്ന് തെളിച്ചു കൊടുത്ത വഴി കൂടെ പോകുന്നില്ല. ഇതിന്റെ കൃത്യമായ ഒരു ആലപ്പുഴയിലാണ് ഇപ്പോൾ നാട്ടുകാർ തെരുവിലിറങ്ങി അല്ലെങ്കിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഹൈവേ നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഷേധം. വീടുകളിൽ വെള്ളം കയറുന്നു, കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വീടുകളിൽ കയറുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. എത്രയോ പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതിലുള്ള പ്രതിഷേധമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.